അമേരിക്കയിൽ താമസിക്കുന്ന പല പൗരന്മാർക്കും അവരുടെ പാസ്പോർട്ട് പുതുക്കാനോ വിവരങ്ങൾ മാറ്റാനോ പോകുമ്പോൾ ഒരു വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവരുടെ സ്വന്തം പേര് തന്നെയാണ് പ്രശ്നം. വർഷങ്ങൾക്ക് മുമ്പ് ജോലി സംബന്ധമായോ കുടുംബപരമായോ വ്യക്തിപരമായോ മാറ്റിയ പേര് ഇപ്പോൾ പാസ്പോർട്ട് പുതുക്കുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ സർക്കാർ ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപേക്ഷകന്റെ ഇപ്പോഴത്തെ പേരും നിലവിലുള്ള പാസ്പോർട്ടിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ പേര് മാറ്റിയതിൻ്റെ നിയമപരമായ രേഖകളില്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കുന്നത് തടയും. ഇത് ആർക്കൊക്കെയാണ് ബാധകമാകുന്നത് എന്ന് നോക്കാം. ജന്മന അമേരിക്കൻ പൗരത്വം ലഭിച്ചവർ, സ്വാഭാവിക വൽക്കരണത്തിലൂടെ അമേരിക്കൻ പൗരത്വം നേടിയവർ, വിദേശത്ത് ജനിച്ചെങ്കിലും പിന്നീട് അമേരിക്കൻ പാസ്പോർട്ട് എടുത്തവർ. ഇങ്ങനെ പേര് മാറ്റിയതിൻ്റെ രേഖകളില്ലെങ്കിൽ പാസ്പോർട്ട് കാലാവധി തീരാൻ വർഷങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പോലും അപേക്ഷ കൃത്യമായി അയച്ചാൽ പോലും ഈ പ്രശ്നമുണ്ടാകാം. കാരണം ഡീറ്റെയിൽ സംവിധാനം പേരിൽ വ്യത്യാസം കണ്ടാൽ നിയമപരമായ രേഖകളില്ലാതെ മുന്നോട്ട് പോകില്ല. പലരും വിചാരിക്കുന്നത് പേരിന്റെ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ചാലോ ഒരു ഇടത്തരം പേര് കൂട്ടിച്ചേർത്താലോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പങ്കാളിയുടെ പേര് ഉപയോഗിച്ചാലോ ഇതൊന്നും ഒരു പ്രശ്നമാകില്ല എന്നാണ്. ബാങ്കുകളും ജോലിക്കാരും ഇതൊക്കെ ഒരു പക്ഷേ കാര്യമായി എടുക്കില്ലായിരിക്കാം. എന്നാൽ പാസ്പോർട്ട് കാര്യത്തിൽ ഇത്രയധികം അയവുണ്ടാകില്ല. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംശയം പ്രകടിപ്പിക്കുന്ന പല കേസുകളിലും ഒരു പൊതുവായ കാര്യമുണ്ട്. അതായത് സാധാരണ ജീവിതത്തിൽ പേര് മാറിയില്ലെങ്കിലും രേഖകളിൽ ആ മാറ്റം വരുത്തിയിട്ടില്ല. അവരുടെ അവസാന പാസ്പോർട്ടിലുള്ള പേരിനെയാണ് അധികൃതർ ഔദ്യോഗികമായി കണക്കാക്കുന്നത്. പുതിയ അപേക്ഷയിൽ മറ്റൊരു പേര് നൽകുകയും അതിനാവശ്യമായ നിയമപരമായ രേഖകൾ ഹാജരാക്കാതിരിക്കുകയും ചെയ്താൽ പാസ്പോർട്ട് പുതുക്കുന്നത് മുടങ്ങും. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വിവാഹം കഴിഞ്ഞപ്പോൾ പങ്കാളിയുടെ പേര് സ്വീകരിച്ചെങ്കിലും ജനന സർട്ടിഫിക്കറ്റിലോ കോടതി രേഖകളിലോ ആ മാറ്റം വരുത്താത്തവർ, തൊഴിൽ സംബന്ധമായി ഒരു സ്റ്റേജ് പേരോ അല്ലെങ്കിൽ യഥാർത്ഥ പേരിൽ നിന്ന് വ്യത്യസ്തമായ പേരോ ഉപയോഗിച്ച് പേരെടുത്തവർ, കോടതി ഉത്തരവില്ലാതെ ഒരു ഇടത്തരം പേര് മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തവർ, ഇമിഗ്രേഷൻ സമയത്ത് ആദ്യത്തെ രേഖകളിൽ പേര് തെറ്റായി വന്നതും പിന്നീട് ഔദ്യോഗികമല്ലാത്ത രീതിയിൽ തിരുത്തിയതും എന്നാൽ ഔദ്യോഗികമായ പേര് മാറ്റം നടത്താതിരുന്നവരും. ഇങ്ങനെയുള്ള പലരും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലും ബിസിനസ് കാർഡുകളിലും ശമ്പള സ്ലിപ്പുകളിലുമൊക്കെ പുതിയ പേര് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. പാസ്പോർട്ടിൽ പേര് മാറ്റണമെങ്കിൽ ആ മാറ്റം വ്യക്തമായി തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ അപേക്ഷകർ ഹാജരാക്കണം. അല്ലാതെ മെയിൽ വഴിയോ നേരിട്ടോ ഓൺലൈൻ വഴിയോ അപേക്ഷിച്ചാലും പുതിയ പേരിൽ പാസ്പോർട്ട് നൽകില്ല. സാധാരണയായി തെളിവായി സ്വീകരിക്കുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ പേര് കാണിക്കുന്ന വിവാഹ സർട്ടിഫിക്കറ്റ്, പഴയ പേര് തിരികെ ലഭിക്കാനോ പുതിയ പേര് സ്വീകരിക്കാനോ ഉള്ള അനുമതി നൽകുന്ന വിവാഹമോചന ഉത്തരവ്, പേരുമാറ്റം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന കോടതി ഉത്തരവ്, അമേരിക്കൻ നിയമപ്രകാരമോ വിദേശ നിയമപ്രകാരമോ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന മറ്റ് ഔദ്യോഗിക രേഖകൾ. ഇങ്ങനെയുള്ള രേഖകളില്ലെങ്കിൽ ആദ്യം പേര് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതായത് സംസ്ഥാന തലത്തിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തോ പേര് മാറ്റാനുള്ള അപേക്ഷ നൽകി അതിനുള്ള ഉത്തരവോ സർട്ടിഫിക്കറ്റോ നേടിയ ശേഷം മാത്രം പാസ്പോർട്ട് ഫയലിൽ മാറ്റങ്ങൾ വരുത്താൻ അപേക്ഷിക്കണം.